Let's discuss one more problem. A U-tube manometer is used to measure the pressure of water in a pipeline which is in excess of atmospheric pressure. The right limb of the manometer contains mercury and is open to atmosphere. The contact between water and mercury is in the left limb. Determine the pressure of water in the main line. If the difference in level of mercury in the limbs of U-tube is 10 cm and the free surface of mercury is in level with the center of the pipe. If the pressure of water in pipeline is reduced to 9810 Newton per meter square, calculate the new difference in the level of mercury. Sketch the arrangements in both cases. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താണ് നമുക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു യൂട്യൂബ് മാനോമീറ്ററാണ് തന്നേക്കുന്നത്. റൈറ്റ് ലിംബ് ഓഫ് ദ മാനോമീറ്റർ കണ്ടെയ്ൻസ് മെർക്കുറി. റൈറ്റ് ലിംബിൽ മെർക്കുറി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ആൻഡ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഇനി വാട്ടറും മെർക്കുറിയും തമ്മിലുള്ള കോൺടാക്റ്റ് എവിടെ ലെഫ്റ്റ് ലിംബിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ലിംബിൽ എന്താണ് മെർക്കുറി ഉണ്ട്. പിന്നെ വാട്ടറാണ് നമ്മുടെ ഈ ലിക്വിഡ് എന്ന് പറയുന്നത്. പിന്നെന്താ മെയിൻ ദ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ ലിംബ്സ്. ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും തമ്മിലുള്ള മെർക്കുറി ഡിഫറൻസ് 10 cm ആണ്. അതുപോലെ തന്നെ എന്താ ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി ഇസ് ഇൻ ലെവൽ വിത്ത് സെൻറ്റർ ഓഫ് ദ പൈപ്പ്. ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി എവിടെയാണ് വരുന്നത്? റൈറ്റ് ലിംബിലാണ്. ആ റൈറ്റ് ലിംബിൽ വരുന്ന മെർക്കുറി എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി ഇസ് ഇൻ ലെവൽ വിത്ത് സെൻറ്റർ ഓഫ് പൈപ്പ്സ്. പൈപ്പിൻ്റെ സെൻറ്ററിന് നേരെയാണ് നമ്മുടെ മെർക്കുറിയുടെ ലെവലും. ഇനിയിപ്പോൾ നമ്മുടെ പൈപ്പ് ലൈനിലെ പ്രഷർ 9810 Newton per meter square ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ഡിഫറൻസ്, അതായത് ഇപ്പോൾ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം കുറയും എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സ്കെച്ച് ദ അറേഞ്ച്മെൻറ്റ്സ് ഇൻ ബോത്ത് കേസസ്. കണ്ടോ, അറേഞ്ച്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തനിയാണ് ഫിഗർ വരയ്ക്കുന്നത്. തന്നേക്കണെന്ന് വെച്ചിട്ട് വരച്ചേക്കാണ്. പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി കോണ്ടാക്റ്റ് വരുന്നത്, രണ്ടും കൂടി വാട്ടറും മെർക്കുറിയും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നത് ലെഫ്റ്റ് ലിംബിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ലിംബിൽ മെർക്കുറി ഉണ്ട്, അത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ സെൻറ്ററിൻ്റെ സെയിം ഇതിലാണ് അത് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മെർക്കുറിയും ഈ ലിംബിലെ മെർക്കുറിയും തമ്മിലെ ഡിഫറൻസ് 10 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ മെർക്കുറി ഡിഫറൻസ് ഓഫ് മെർക്കുറിയാണ് നമുക്ക് തന്നേക്കുന്നത് 0.1 മീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയിൻറ്റ് എയിലെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ PA ആണെന്ന് അസ്യൂം ചെയ്യാണ്. ബിയും സിയും ഡിയും എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രഷർ ഡിഫറൻസ് PA എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ അത് 9810 Newton per meter square ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ 10 cm എന്നുള്ളത് എങ്ങനെ മാറും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓരോ പോയിൻറ്റ്സ് കൊടുത്തു. ഓരോ സ്ഥലത്തും പ്രഷർ PA ആണ്, ഇവിടുത്തെ പ്രഷർ PB ആണ്, ഇവിടുത്തെ പ്രഷർ PC ആണ്, ഇവിടുത്തെ പ്രഷർ PD ആണ്. ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന പ്രഷർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ എത്ര പോയിൻറ്റ്സും ആയിക്കോട്ടെ, അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ബിയും സിയും എന്ന് വെച്ചാൽ സെയിം ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ പ്രഷർ അറ്റ് B വിൽ ബി ഈക്വൽ ടു പ്രഷർ അറ്റ് C, ദാറ്റ് ഈസ് PB ഈസ് ഈക്വൽ ടു PC ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇനി PB എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ PB ഈസ് ഈക്വൽ ടു എന്താ? ഇവിടുത്തെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈനിലെ പ്രഷർ പ്ലസ് ഈ 10 cm കൊണ്ടുള്ള പ്രഷർ. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തെന്ന് പറഞ്ഞു. എ എന്നുള്ളൊരു ലൈനിലാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ പ്രഷർ എന്താ വരിക? ഈ പൈപ്പ് ലൈനിലെ പ്രഷർ പ്ലസ് എത്രയാണോ അതിൻ്റെ മുകളിലുള്ള ഹൈറ്റ് അത് കാരണമുള്ള പ്രഷറാണ്. അപ്പോൾ പ്രഷർ അറ്റ് P അല്ലെങ്കിൽ B, പ്രഷർ അറ്റ് B അല്ലെങ്കിൽ അതിന് നമ്മൾ PB എന്നാണ് പറയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് A പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 cm ഓഫ് വാട്ടർ. എയിലുള്ള പ്രഷർ പ്ലസ് ഈ 10 cm കാരണമുള്ള പ്രഷർ. അതെങ്ങനെ എഴുതാം? PA പ്ലസ് റോ GH. ഇവിടെ റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആണ്, അതിൻ്റെ ഡെൻസിറ്റി 1000 ആണ്. G എന്ന് വെച്ചാൽ 9.81, H എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 cm അല്ലെങ്കിൽ 0.1 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ PA പ്ലസ് 1000 × 9.81 × 0.1. അപ്പോൾ നമുക്കത് കിട്ടിയത് നമ്മൾ ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് PC. പ്രഷർ അറ്റ് C എന്തായിരിക്കും? പ്രഷർ അറ്റ് C എന്ന് വെച്ചാൽ പ്രഷർ D പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 cm ഓഫ് മെർക്കുറി. D എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മെർക്കുറി പ്ലസ് 10 cm മെർക്കുറി ഉണ്ട്, അത് കാരണമുള്ള പ്രഷർ എന്താണ്? ഇതുപോലെ ഇവിടെ എയിലെ പ്രഷർ, A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ പ്ലസ് 10 cm വാട്ടർ കാരണമുള്ള പ്രഷർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ C എന്തായിരിക്കും? ഡിയിലുള്ള പ്രഷർ പ്ലസ് 10 cm മെർക്കുറി കാരണമുള്ള പ്രഷർ. അപ്പോൾ PC ഈസ് ഈക്വൽ ടു പ്രഷർ D പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 cm ഓഫ് മെർക്കുറി. ഡിയിൽ എന്താണ്? 0 ആണ്. D എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിനൊരു പ്രഷർ ഉണ്ട്. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ വിൽ ബി ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 0 പ്ലസ്
റോ 0 ഇൻറ്റു ജി ഇൻറ്റു H0. അത് നമ്മളങ്ങനെ ചുമ്മാ എടുത്തു എന്നുള്ളൂ. കാരണം ഇവിടെ മെർക്കുറിയാണ്. ഇവിടുത്തെ കേസിൽ ആദ്യത്തെ കേസിൽ ബി എടുത്തപ്പോൾ ഇവിടെ വാട്ടർ ആയിരുന്നു, ഇവിടെ എടുക്കുമ്പോൾ മെർക്കുറിയാണ്. അപ്പോൾ അതിന് മാറിപ്പോണ്ടിരിക്കാൻ നമ്മൾ കൊടുത്തേക്കുന്നതാണ്. റോ 0 എന്ന് പറയുമ്പോൾ എന്താ 13.6 ഇൻറ്റു 1000 കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്താണ്. ജി എന്ന് വെച്ചാൽ 9.81, H0 എന്ന് പറഞ്ഞാൽ 0.1 തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു പി ബി ഈസ് ഈക്വൽ ടു പി സി ആണ്. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. പി ബി ഈസ് ഈക്വൽ ടു പി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പി എ പ്ലസ് 981 ഇസ് ഈക്വൽ ടു 13341.6 ന്യൂട്ടൺ. അപ്പോൾ അതിൽ നിന്ന് പി എ ഈസ് ഈക്വൽ ടു ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ 12360.6 ന്യൂട്ടൺ per മീറ്റർ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ നമുക്ക് കിട്ടി എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, അടുത്ത ക്വസ്റ്റൻ അടുത്തൊരു പാർട്ടായിട്ട് പറഞ്ഞേക്കുന്നത് എയിലെ പ്രഷർ 9810 ന്യൂട്ടൺ per മീറ്റർ സ്ക്വയർ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ഇൻ മെർക്കുറി എത്രയായിട്ട് മാറും, അതിൻ്റെ ഡിഫറൻസ് എത്രയാകും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പി എ നമുക്ക് ഗിവൺ പി എ 9810 ന്യൂട്ടൺ per മീറ്റർ സ്ക്വയർ ആണ്. ഇൻ ദിസ് കേസ് പ്രഷർ അറ്റ് എ ഈസ് 9810 ന്യൂട്ടൺ per മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ കേസിൽ പ്രഷർ എന്താ 9810 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ് 12360. അത് ഈ 9810 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രഷർ കുറവാണ് അല്ലേ, ഈ എയിലത്തെ പ്രഷർ കുറഞ്ഞു. എയിലത്തെ പ്രഷർ കുറയുമ്പോൾ എന്താണ്, ഹെൻസ് മെർക്കുറി ലെഫ്റ്റ് ലിംബ് വിൽ റൈസ്. ഇവിടുത്തെ പ്രഷർ കുറവാകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് മെർക്കുറി റൈസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മെർക്കുറി ഇതേ അളവേ ഉള്ളൂ. അപ്പോൾ മെർക്കുറി ഇങ്ങോട്ടേക്ക് റൈസ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ ഒരു റിഡക്ഷൻ ഉണ്ടാവും മെർക്കുറിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12360.6 ആണ്. പക്ഷേ അവിടുത്തെ പ്രഷർ 9810 ന്യൂട്ടൺ per മീറ്റർ സ്ക്വയർ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പ്രഷർ അറ്റ് എ എന്താണ് കുറഞ്ഞു. അപ്പോൾ എന്താ ഇവിടുത്തെ മെർക്കുറി ഇങ്ങോട്ടേക്ക് റൈസ് ചെയ്യും. ഈ മെർക്കുറി അങ്ങോട്ടേക്ക് റൈസ് ചെയ്യുമ്പോൾ എന്താ ഈ ലിംബിലുള്ളത് താഴേക്ക് ഫോൾ ചെയ്യും. Hence, mercury in left limb will rise. The rise of mercury in left limb will be equal to fall of the mercury in right limb. അപ്പോൾ എന്താ ഇവിടെ എത്രയാണോ മുകളിലേക്ക് പോകുന്നത് അത്രയും തന്നെയായിരിക്കും റൈറ്റ് ലിംബിൽ താഴേക്ക് മെർക്കുറി ഫോൾ ആകുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് മെർക്കുറി റിമെയിൻസ് ചെയ്യും. കാരണം മെർക്കുറിയുടെ വോളിയത്തിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ എത്രയാണോ മുകളിലേക്ക് പോകുന്നത് അത്രയും തന്നെയാണ് താഴേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണ്. മൊത്തം ശരിക്കും 10 സെൻറ്റിമീറ്റർ, ബിയും സി എന്നുള്ള പോയിൻ്റ് അവിടെ തന്നെയാണ് 10 സെൻറ്റിമീറ്റർ താഴെ. പക്ഷേ ബി എന്നുള്ളത് അടുത്ത കേസായപ്പോൾ എന്തായി, ബി സ്റ്റാറിലേക്ക് വന്നു. അതിന് നേരെ നമ്മൾ സി സ്റ്റാറിന് കൊടുത്തു. ശരിക്കും ഇത് വാല്യൂ ഇങ്ങനെ താഴേക്ക് പോകണം, പക്ഷെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ സെയിം തന്നെ എടുത്തു. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സി ഡാഷ്, പിന്നെ ഡി ഇവിടെ ആയിരുന്നു, പക്ഷേ ഡി എന്തായി താന്നു ഡി ഡാഷിലേക്ക് പോയി. മനസ്സിലായോ, ബി എന്നുള്ള വാല്യൂ മുകളിലേക്ക് പോയി ബി ഡാഷ് ആയതിന് നേരെ തന്നെയാണ് സി ഡാഷ് വരിക. ഡി എന്നുള്ള പോയിന്റ് എന്തായി ഫോളോ ചെയ്തു ഡി ഡാഷ്. ആ ഒരു വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ആ റൈസ് ചെയ്ത വാല്യൂ എക്സ് ആണ്. ഇവിടെ ഫോളോ ചെയ്ത വാല്യൂ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും എക്സ് ഇതും എക്സ്. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും 10 - 2x. 2x ഉണ്ട്, ഇവിടെയും ഒരു എക്സ് ഉണ്ട്, ഇവിടെയും ഒരു എക്സ് ഉണ്ട്. അപ്പോൾ 10ൽ നിന്നും 2x മൈനസ് ചെയ്യുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 - x. അപ്പോൾ എക്സ് ആണ് റൈസ് ഓഫ് മെർക്കുറി ഇൻ ദ ലെഫ്റ്റ് ലിംബ്, ഫോൾ ഓഫ് മെർക്കുറി ഇൻ റൈറ്റ് ലിംബും എച്ച് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പുതിയ പൊസിഷൻസ് എന്തൊക്കെയാണ്, ബി ഡാഷും സി ഡാഷും ഡി ഡാഷും ആണ് ഫൈനൽ പൊസിഷൻസ്. ഇനി ബി ഡാഷിലെ പ്രഷർ എന്തായിരിക്കും, സെയിം ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് പ്രഷർ അറ്റ് ബി ഡാഷ് വിൽ ബി ഈക്വൽ ടു പ്രഷർ അറ്റ് സി ഡാഷ്. ബി ഡാഷിലും സി ഡാഷിലുള്ള പ്രഷർ ഈക്വൽ ആണ്, അല്ലെങ്കിൽ പി ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി സി ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ പി ബി ഡാഷ് എന്താണ് എയിലുള്ള പ്രഷർ പ്ലസ് 10 - h ഡിസ്റ്റൻസിലുള്ള ആ ഹൈറ്റിലുള്ള വാട്ടർ കാരണമുള്ള പ്രഷർ. അപ്പോൾ പി എ പ്ലസ് റോ 1 GH1. അപ്പോൾ പി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 9810 പ്ലസ് ഇവിടെ ലിക്വിഡൊക്കെ സെയിം ആണ്. അപ്പോൾ 1000 × 9.81 × 10 - h ഡിവൈഡഡ് ബൈ 100. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായി 10 - h. കഴിഞ്ഞ കേസിൽ നമ്മൾ എത്ര എടുത്തു 10 എന്ന് എടുത്തത്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1, അതായത് ഡിവൈഡ് ബൈ 100 ചെയ്തു, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഡിസ്റ്റൻസ് 10 - h ആണ്. പിന്നെ അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് 10 - h ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്തു. ഇനി പി സി ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡിയിലുള്ള പ്രഷർ പ്ലസ് ഈ ഒരു 10 - 2h കാരണമുള്ള 10 - 2h ലെങ്ത്തിലുള്ള ഹൈറ്റിലുള്ള മെർക്കുറി കാരണമുള്ള പ്രഷർ. അപ്പോൾ പി ഡിയിലെ പ്രഷർ എന്ന് വെച്ചാൽ 0 ആണ്. പി ഡി സ്റ്റാർ ആണെങ്കിലും സെയിം തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് 0 ആണ്. അപ്പോൾ പി ഡി എന്നും എടുക്കാം പി ഡി സ്റ്റാർന്നും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്ലസ് 13.6 × 1000 × 9.81 × ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ് 10 - 2h ഡിവൈഡഡ് ബൈ 100. അപ്പോൾ പി ബി ഡാഷ് ഇസ് ഈക്വൽ ടു പി സി ഡാഷ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ 9.81 കോമൺ ആണ്, 9.81 കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് അൺനോൺ എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മുടെ അൺനോൺ, എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ന്യൂ ഡിഫറൻസ് ഓഫ് മെർക്കുറി എന്ന് വെച്ചാൽ എന്താ, ഇവിടെയാണ് ഈ മെർക്കുറി ഈ റൈസ് ചെയ്ത് ഇവിടെ എത്തി, ഫോൾ ചെയ്ത മെർക്കുറി ഇവിടെയാണ്. അപ്പോൾ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് 10 - 2h കണ്ടുപിടിക്കുക.
10-2h ആണ് നമ്മുടെ ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെർക്കുറി ഇവിടെ റൈസ് ചെയ്ത് ബി സ്റ്റാറിലും ഇവിടെ ഫോൾ ചെയ്ത് ഡി സ്റ്റാറിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഡി സ്റ്റാറും ബി സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി സ്റ്റാറും സി സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസ്. അതെത്രയാണ്? 10-2h. അപ്പോൾ ന്യൂ ഡിഫറൻസ് പറഞ്ഞാൽ എച്ച് അല്ല കണ്ടുപിടിക്കേണ്ടത്. എച്ച് നമുക്ക് കണ്ടുപിടിച്ചു. ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി എന്ന് വെച്ചാൽ 10-2h ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7.28 cm. ഇതാണ് ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി എന്ന് പറയുന്നത്.